96 സങ്കീർത്തനം 7 വാക്യം. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മോട് പറയുക, ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിണം അവിടുത്തെ ശക്തിക്കും അവിടുത്തെ ഉന്നതിക്കും ഒത്തവണ്ണം അവിടുത്തെ നാം സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. കർത്താവിനെ ഗാനത്തോട് ചേർന്ന്, താളത്തോട് ചേർന്ന് പാടി സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയായ സ്വർഗീയ സംഗീതത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പലയിടത്താണ് ആയിരിക്കുന്നതെങ്കിലും ഒരു മനസ്സോടെ ഒരേ ദൈവത്തെ ആരാധിക്കുവാണ്, പാടുവാണ്, സ്തുതിക്കുവാണ്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ ശക്തിയും സ്വർഗീയ അഭിഷേകവും കടന്നു വരുന്ന സമയമാണ്. നമുക്കൊന്ന് ചേർന്ന് പാടാം, ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. ഇതാ പത്രോസ് ശ്ലീഹ തൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ദൈവജനത്തോട്, ഇസ്രായേൽക്കാരോട് പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവിന്റെ നാമത്തെ സ്നാനം സ്വീകരിക്കുവിൻ. പശ്ചാത്തപിക്കണം, യേശു നാമത്തെ സ്വീകരിക്കണം. അപ്പോഴോ എന്തു സംഭവിക്കും? ദൈവത്തിന്റെ വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെയും ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് യേശുനാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് യേശുനാമത്തിൽ പരിശുദ്ധാത്മ നമുക്ക് കിട്ടും. എന്നിട്ടോ ദൈവത്തിന്റെ വചനം ഉറപ്പിച്ചു പറയുക, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാ. നോക്കിക്കേ, അന്നേ നമുക്ക് പരിശുദ്ധാത്മാവ് അവകാശമാണ് എന്ന് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുക. ഇന്ന് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും നമുക്ക് യേശു നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കാം, പാടാം, പ്രാർത്ഥിക്കാം. ഈ ഗാനത്തോട് ചേർന്ന്, ഗായകരോട് ചേർന്ന് നമ്മൾ പാടുവാണ്, ആത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, സ്വർഗത്തിന്റെ ശക്തിയായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് നീ കടന്നു വരണം. കടന്നു വന്ന് ഞങ്ങൾക്ക് ശക്തിയും അഭിഷേകവും അനുഗ്രഹവും നൽകണം. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കും. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങണേ. ദൈവമേ ശക്തിയായി, അഭിഷേകമായി പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ, കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ദാഹിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സ്വർഗീയ ശക്തിയായിട്ട് എല്ലാവരും യേശുനാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്ന് വിളിക്കട്ടെ. യേശുനാമത്തിൽ സ്വർഗ്ഗം വഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നിറയട്ടെ. ഈശോയെ, 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 ഇതിന്റെ വാഗ്ദാനമാണല്ലോ പരിശുദ്ധാത്മാവിന് നൽകുന്നുള്ളത്. ആ ദൈവിക വാഗ്ദാനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പൂർത്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വന്ന് നിറയണേ. ഭൂദാശയോട് ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ജ്വലിക്കണേ. ഇന്നിന്റെ ഞങ്ങളുടെ പ്രവൃത്തികളിലേക്കും ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ അങ്ങയുടെ പാപവും കടന്നു വരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ അന്ധകാരം വന്നു പോയിട്ടുണ്ടെങ്കിൽ അന്ധകാരത്തിന്റെ ഇടങ്ങളിലേക്കൊക്കെ സ്വർഗീയ പ്രകാശം, സ്വർഗീയ ശക്തി വന്ന് നിറയട്ടെ. അന്ധകാരം മാറട്ടെ.
മാറി സർവരും പ്രകാശത്തിന്റെ വഴിയിലേക്ക് കടന്നു വരട്ടെ. ഈശോയേ, 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 ഈശോയേ. പരിശുദ്ധാത്മാവാകുന്ന വലിയ ദാനത്തെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പഴയ നിയമ പുസ്തകത്തിൽ എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു വെക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. അതിനകത്ത് 25-ാമത്തെ വാക്യം ഇപ്രകാരം ദൈവത്തിന്റെ വചനം പറയുന്നു: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം. ദൈവം പറയുക, ദൈവം ശുദ്ധജലം തളിക്കും. ദൈവം ശുദ്ധജലം തളിക്കുമ്പോ വിശുദ്ധീകരണം ഉണ്ടാകും. വിശുദ്ധീകരണം ഉണ്ടാകുമ്പോ എല്ലാ അശുദ്ധിയും മാറും, നമ്മൾ നിർമ്മലരായി തീരും. എന്തിനാ നമ്മൾ നിർമ്മലരായി തീരുക? അത് 26, 27 വാക്യങ്ങൾ പറയുവാണ്. ഒരു പുതിയ ഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടാകും. ദൈവത്തെ തേടുന്ന, ദൈവത്തിൽ ആനന്ദിക്കുന്ന മാംസളമായൊരു ഹൃദയം ഉണ്ടാകും. ഇനിയോ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുക, എന്റെ ആത്മാവിന് ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കും, നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നവരുമാക്കി മാറ്റും. നോക്കിക്കേ, അപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവം തളിക്കുന്ന ശുദ്ധജലത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു പുതിയ ഹൃദയം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുന്ന, ദൈവാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഉണ്ടാകും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ദൈവീക വഴികളിലേക്ക് നയിക്കും. അങ്ങനെയെങ്കിൽ ഏതാണ് ആ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ ജലം? നാം കാണുന്നു 1 യോഹന്നാൻ 1:7 ദൈവത്തിന്റെ വചനം പറയാണ്, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുന്നു. നമ്മെ വിശുദ്ധീകരിക്കുന്നത്, നമ്മെ ശുദ്ധമാക്കുന്നത് യേശു ക്രിസ്തുവിന്റെ തിരുരക്തമാണ്. ഗാനത്തോട് ചേർന്ന് നാം പാടി പ്രാർത്ഥിക്കുന്നു, തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ. എന്റെ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ എല്ലാ അശുദ്ധിയും മാറട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, സ്വർഗീയ ശക്തി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഗാനത്തോട് ചേർന്ന് എല്ലാവരും ആവേശത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ തിരുരക്തത്താൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണേ, വിശുദ്ധീകരിക്കണേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണേ. ചേർന്ന് പാടാം. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രക്തം രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആഗ്രഹത്തോടെ ദാഹത്തോടെ പാടിക്കൂ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി. ആത്മാവാം ദൈവമേ വരണേ, വിശുദ്ധാത്മാവേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്വർഗ്ഗത്തിന്റെ ശക്തിയായിട്ട് വരണേ. ആത്മാവാം ദൈവമേ വരണേ, ശുദ്ധീകരണമായിട്ട് വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവത്തിന്റെ സ്വന്തമാക്കി മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, ദൈവിക വികാരങ്ങളും വിചാരങ്ങളും എന്നിൽ ഉണരട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ. ഈശോയെ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, എല്ലാ തരങ്ങളും സ്തുതിച്ചേ, യേശുനാമത്തിൽ പ്രാർത്ഥിച്ചേ. യേശുനാമത്തിൽ സ്വർഗ്ഗം വായിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് വരട്ടെ, നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഈശോയെ, 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 നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങളെ നിറയണം. കർത്താവേ, എപ്രകാരം സംസാരിക്കണം, എപ്രകാരം പ്രവർത്തിക്കണം, എപ്രകാരം ചിന്തിക്കണം എന്നൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മ ഞങ്ങൾ നിറയട്ടെ. ഞങ്ങള് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരായിട്ട് മാറണം, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവരായിട്ട് മാറണം.
സ്വർഗത്തിന്റെ വഴിയിലേക്ക് ഞങ്ങൾ വളരട്ടെ. ഈശോയേ, 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 ഈശോയേ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ഇത് ഈശോ ഇപ്രകാരം പറയുന്നത് നാം കേൾക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈശോ തന്നെ പറയാ, നിങ്ങൾ ചോദിച്ചോ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ കണ്ടെത്തും, നിങ്ങൾ മുട്ടിക്കോ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിച്ചാ കിട്ടുമെന്നും അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നും മുട്ടിയ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്നും ഈശോ പറയുമ്പോ അത് എന്തിനെ ഉദ്ദേശിച്ചാണ് എന്ന് 2-3 വാക്യങ്ങൾ മുന്നോട്ട് പോകുമ്പോ ദൈവത്തിന്റെ വചനം സംസാരിക്കുക. അത് 13-ാമത്തെ വാക്യം ദൈവത്തിന്റെ വചനം പറയുന്നു, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. അപ്പൊ ചോദിച്ചാൽ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോ എന്താണ് ചോദിച്ചാൽ തരുമെന്ന് ഈശോ പറഞ്ഞു വെക്കുക. പരിശുദ്ധാത്മാവിന് സ്വർഗത്തിലെ പിതാവ് തരും. അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തൂ എന്ന് പറയുമ്പോ എന്താണ് വിലയുള്ളതായിട്ടുള്ള അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നത്? അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അന്വേഷിക്കുവാണെങ്കിൽ ദാഹിക്കുവാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. വീണ്ടും മുട്ടിയ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്ന് വചനം പറയുമ്പോൾ എന്താ തുറക്കപ്പെടുക? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തിലെയും കുടുംബത്തിലെയും തുറക്കപ്പെടുക. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഭാരമായിട്ടുള്ളതെല്ലാം മാറിപ്പോകും. ഇനി നമ്മൾ വഹിക്കേണ്ട ഭാരങ്ങൾ വഹിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ വിജയം വരിക്കുന്നവരായിട്ട് മാറും. അതാണല്ലോ അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുക. അവർ തളർന്നവരായിരുന്നു, അവശരായിരുന്നു, പരാജയപ്പെട്ടവരായിരുന്നു. എന്ന പരിശുദ്ധാത്മാവ് വന്നപ്പോ അവർ ശക്തി പ്രാപിച്ചു, അവർ വിജയം വരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും പാടി പ്രാർത്ഥിക്കാം. ദൈവത്തോട്, ഈശോയോട് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഭാരത്താ വലയുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗീയ ശക്തി അയക്കണേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. വിജയം വരിക്കുന്നവരായിട്ട് അപ്പസ്തോലന്മാരെ പോലെ ഞങ്ങളും മാറട്ടെ. അങ്ങനെ അങ്ങ് നൽകിയ ഈ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ വിജയം വരിച്ച് സ്വർഗ അവകാശമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. പ്രാർത്ഥിച്ചേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് ശക്തിയായിട്ട്. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. സ്വർഗം തുറക്കണേ, ശക്തി അയക്കണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ തളർന്ന എല്ലാ ജീവിതങ്ങളിലേക്കും സ്വർഗീയ ശക്തി വരട്ടെ. ആത്മാവാം ദൈവമേ, വിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ സ്വർഗത്തിന്റെ ശക്തിയെ, അഭിഷേകമേ, ആത്മാവാം ദൈവമേ വരണേ. എല്ലാ ജീവിതങ്ങളിലേക്കും വരട്ടെ. എന്റെ ഉള്ളിൽ ഭാരത്താൽ ആവശ്യപ്പെടുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും വരട്ടെ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ, ആഗ്രഹത്തോടെ പാടിക്കുകയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരണം, സ്വർഗത്തിന്റെ ശക്തി വരണം എന്നുള്ള ആഗ്രഹത്തോടെ പാടും. ഞാൻ എവിടെയൊക്കെ പരാജയമായിട്ട് നിൽക്കുന്നു, അവിടെയൊക്കെ എനിക്ക് വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. യേശുനാമത്തിൽ പ്രാർത്ഥിച്ചേ. സ്വർഗീയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ വാഗ്ദാനവ, ചോദിച്ചാൽ നിനക്ക് കിട്ടും, ചോദിച്ചാൽ കിട്ടും, പരിശുദ്ധാത്മാവിന് കിട്ടും. ഈശോയുടെ വാക്കായതുകൊണ്ട് മാറ്റമില്ലല്ലോ. ചോദിക്കട്ടെ. ഇന്ന് ആരൊക്കെ ഭാരപ്പെടുന്നോ, ആരൊക്കെ അസ്വസ്ഥപ്പെടുന്നോ, ആരൊക്കെ വിമ്മിഷ്ടപ്പെട്ട് ജീവിക്കുന്നോ, നിരാശയിൽ ജീവിക്കുന്നോ, അവരൊക്കെ ചോദിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ചോദിക്കട്ടെ. പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോ നിന്റെ ജീവിതം ആനന്ദത്തിൻ്റെതായി, നിന്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെതായിട്ടും. പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയെ കടന്നു വരണേ.
റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്. 5-ാമത്തെ അധ്യായം 5-ാം വാക്യം: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ പൗലോസ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുക. ഒന്നാമത്തത് പ്രത്യാശയുണ്ടോ? പ്രത്യാശയുണ്ടെങ്കിൽ, പ്രതീക്ഷയുണ്ടെങ്കിൽ, പ്രത്യാശയോട് ചോദിക്കുന്നെങ്കിൽ, പ്രത്യാശയോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രത്യാശ നിന്നെ നിരാശനാക്കുകയില്ല, നിരാശയാക്കുകയില്ല. നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം, നീ പ്രത്യാശിക്കുന്ന ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശക്തി കടന്നു വരിക തന്നെ ചെയ്യും. രണ്ടാമത് വീണ്ടും ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുവാണ്, നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹത്തെ ലഭിക്കും. ഇന്ന് ഈ കൂട്ടായ്മയോട് ചേർന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു, ആരൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ 100 കണക്കിന്, 1000 കണക്കിന്, 10,000 ലക്ഷക്കണക്കിന് വിവിധങ്ങളായ പ്രശ്നങ്ങളുമായിട്ട് വിവിധ തരം ആളുകൾ പ്രാർത്ഥിക്കുക, വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ഒറ്റ ഉത്തരം, പരിശുദ്ധാത്മാവിലൂടെ ഈ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. പരിശുദ്ധാത്മാവ് രോഗികൾക്ക് സൗഖ്യമുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ ബന്ധിതർക്ക് മോചനമുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ തളർന്നവർക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായിട്ട് ദൈവം നൽകുന്ന മറുപടി. അങ്ങനെയെങ്കിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, പരിശുദ്ധാത്മാവേ എൻ്റെ പാപത്തിന്റെ സാഹചര്യത്തിലേക്ക് നീ വരണം, പരിശുദ്ധാത്മാവേ എൻ്റെ രോഗത്തിന്റെ പീഡയിലേക്ക് നീ വരണം, പരിശുദ്ധാത്മാവ് ഞാൻ തകർന്നുപോയി എന്ന് തോന്നുന്ന ഈ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ വരണം, പരിശുദ്ധാത്മാവെ സമാധാനം അനുഭവിക്കാൻ കഴിയാത്ത എൻ്റെ കുടുംബത്തിലേക്ക് നീ വരണം, പരിശുദ്ധാത്മാവെ അസ്വസ്ഥത വീണ്ടും വീണ്ടും അനുഭവപ്പെടുന്ന എൻ്റെ ദാമ്പത്യത്തിലേക്ക് നീ വരണം, പരിശുദ്ധാത്മാവെ ഫലശൂന്യതയിലായിരിക്കുന്ന എൻ്റെ അധ്വാനമേലേക്ക് നീ വരണം. ഗാനത്തോട് ചേർന്ന് പാടി പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവ് സ്വർഗീയ ശക്തി ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷയ്ക്കായി നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷയ്ക്കായി നിൻ കരം നീട്ടണേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. പാപത്താൽ ഞാൻ ഇടപെടൽ ആഗ്രഹിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ ശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ വസിക്കാൻ സ്വർഗ്ഗത്തിന്റെ ശക്തിയെ അഭിഷേകമേ ആത്മാവാം ദൈവമേ അപ്പോസ്തലന്മാരെ ശക്തിപ്പെടുത്തിയ ദൈവമേ ഉള്ളിൽ വസിക്കാൻ ഹൃദയങ്ങളിൽ നിറയട്ടെ, ഞങ്ങളും ശക്തരാക്കപ്പെടട്ടെ. ആത്മാവാം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ. യേശുനാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, കർത്താവിനെ വിളിക്കട്ടെ, സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ഈശോയെ ഈശോയെ ശക്തിയാ നിറയ്ക്കണേ, അഭിഷേകത്താ നിറയ്ക്കണേ, പരിശുദ്ധാത്മാ നിറയ്ക്കണേ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാ നിറയ്ക്കണേ, പരിശുദ്ധാത്മാ ജ്ഞാനത്താ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണം. പരിശുദ്ധാത്മാവേ 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 ശക്തിയായിട്ട് പരിശുദ്ധാത്മാവേ 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 ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണം. ഈശോയെ 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 ഈ കൂട്ടായ്മയോട് ചേർന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു, ആരൊക്കെ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു, അവരൊക്കെ ജീവിതത്തിലേക്ക് കർത്താവേ പരിശുദ്ധാത്മാവിനെ അയക്കണം. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശം ഈശോയെ ഓരോ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ, ഓരോ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ.
അന്ധകാരം മാറട്ടെ, പ്രകാശത്താൽ നിറയട്ടെ. ഈശോയെ, ഈശോയെ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, കൂട്ടായ്മയോട് ചെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, അവരുടെ രോഗപീഠകളെയും അവരുടെ തകർച്ചകളെയും വിഷാദത്തെയും നിരാശയും ഒക്കെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയെ ആശീർവദിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കുന്ന ദൈവമേ, രക്ഷിക്കുന്ന ദൈവമേ, ഇടപെടണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും